ലെറ്റ്സ് ടോക്ക് അബൌട്ട് അശ്വന്ത് കോക്ക്, മാധവ് സുരേഷ് ആൻഡ് അംഗം അട്ടഹാസം. മെയ് 8 അംഗം അട്ടഹാസം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസേഴ്സ് ഈ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2 ദിവസം മുമ്പാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും ഇതിലെ ഹീറോ ആയ മാധവ് സുരേഷും ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത്. റിവ്യൂവേഴ്സ് യൂട്യൂബിലും മറ്റും ഇടുന്ന നെഗറ്റീവ് റിവ്യൂസ് കാരണം പടം കാണാൻ ഓഡിയൻസ് ഒന്നും തിയേറ്ററിലേക്ക് പോകുന്നില്ല. ഇതിനവരൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അശ്വന്ത് കോക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടു. ഏകദേശം 2.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 25 ലക്ഷം പേരുടെ അടുത്തേക്കെങ്കിലും ഈ നെഗറ്റീവ് റിവ്യൂ എത്തി. ഇതുകൂടാതെ മറ്റൊരു മേജർ അലിഗേഷനും കൂടി അവർ ഈ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അശ്വന്ത് കോക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് 1 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു നെഗറ്റീവ് റിവ്യൂ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് റെസ്പോൺസുമായിട്ട് അശ്വന്ത് കോക്ക് തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ ഞാൻ ഡിമാൻഡ് ചെയ്തു ഇങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇടാതിരിക്കാൻ വേണ്ടി. പൈസ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത്, ആ പൈസ എങ്ങനെയാണ് എന്നിലേക്ക് എത്തിച്ചത്, ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ ത്രൂ വേറൊരാളാണ് വന്ന് ചോദിച്ചതെങ്കിൽ ആ ആളാര്, പ്രൂഫ് അടക്കം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ ഈ പണി നിർത്തുന്നുള്ള ലെവലിലേക്കാണ് അശ്വന്ത് കോക്ക് സംസാരിക്കുന്നത്. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് മേക്കേഴ്സ് ഈ പടം മാർക്കറ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ആയിട്ടുണ്ട്. ഇങ്ങനൊരു പടം റിലീസ് ആവുന്നുണ്ട് എന്നുള്ളത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രീ റിലീസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ PR ഇവർ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല. ഇനി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കും എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിരടി എന്ന് പറയുന്ന മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ബേസിലും ടൊവിനോയും വിനീത് ശ്രീനിവാസനും ഷാനും ഇവർ ഓടി നടന്നാണ് പ്രൊമോഷൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ ഇവർ ഒരുപാട് വൈറൽ കോണ്ടന്റ് ആണ് ഉണ്ടാക്കിയത്. കുറേ കോമഡി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, കുറേ കൗണ്ടർ അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. ഇതൊക്കെ ഇന്റൻഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. ഇങ്ങനെയാണ് ഒരു പടം മാർക്കറ്റ് ചെയ്യേണ്ടത്. ആ പടത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള ഒരു ഹ്യൂമർ, ആ ഒരു കോമഡി, അതൊക്കെ എന്താണെന്നുള്ളത് പടം ഇറങ്ങുന്നതിന് മുമ്പേ അവർ കാണിച്ചു. അപ്പം ഈ ഹൈപ്പ് അതിനനുസരിച്ച് കയറി. ഒരുവിധം എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇവരുടെ ഏതെങ്കിലും ഒരു വീഡിയോസ് ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും അവർ കണ്ടിട്ടുണ്ടാവും. പടം പോയി കണ്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഡെഫിനറ്റ്ലി അതിന് വേർഡ് ഓഫ് മൗത്ത് കൊടുക്കും. ഇനി പോയി പടം കണ്ട് അട്ടർ ഫ്ലോപ്പ് ആണെങ്കിൽ ആ നെഗറ്റീവ് സൈഡും അവർ പറയും. പടം ഫെയിൽ ആവാനുള്ള കാരണം റിവ്യൂവേഴ്സും അവർ പറയുന്ന നെഗറ്റീവ് റിവ്യൂസും ആണെന്നുള്ളതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പടത്തിനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞ് ആ പടം ഹിറ്റ് ആവുകയാണെങ്കിൽ ആ ഹിറ്റ് ആയതിൻ്റെ സക്സസ്സിലേക്ക് ഈ പറഞ്ഞ റിവ്യൂവേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കും. ഈ പടം സക്സസ് ആയതിൻ്റെ ക്രെഡിറ്റ് ഈ റിവ്യൂവേഴ്സ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു പടത്തിൻ്റെ സക്സസ്സിനുള്ള ക്രെഡിറ്റ് ഈ പറഞ്ഞ മൂവി റിവ്യൂവേഴ്സിന് കിട്ടുന്നില്ലെങ്കിൽ ആ പടത്തിൻ്റെ ഫെയിലിയറിനുള്ള ക്രെഡിറ്റും ഇവർക്ക് കൊടുക്കണ്ട. ആ പടം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് മേക്കേഴ്സ് നല്ല രീതിയിൽ ആലോചിക്കുക. അവിടേക്കായിരുന്നു നമുക്കിത് ബെറ്റർ ആക്കാൻ പറ്റിയിരുന്നത്, എവിടെയാണ് നമുക്ക് ഫോൾട്ട് വന്നത്, ഈ പടം മാർക്കറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഫെയിലായോ, അടുത്ത തവണ നമുക്കിത് എങ്ങനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, ഇതൊക്കെ പഠിച്ചതിന് ശേഷം അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നല്ലാതെ ഒരാളൊരു പടം കണ്ട് അയാൾക്ക് ആ പടം ഇഷ്ടമായില്ല എന്ന് പറയുന്ന ഒരു റിവ്യൂവറിനെ പോയിട്ട് കുറ്റം പറയുന്നതിൽ ഒട്ടും ലോജിക്കില്ല. എനിവേസ് ദാറ്റ്സ് മൈ 2 cents ഓൺ ദിസ്. നിങ്ങൾക്ക് എന്താണ് ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്? ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്.